കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിരലിലെണ്ണാവുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 100ഉം 200ഉം 500ഉം സ്റ്റഡി അബ്രോഡ് ഫേംസ് ആയിട്ട് വളർന്നു കഴിഞ്ഞു. എന്തായിരിക്കും ഇത്രമാത്രം സ്റ്റഡി അബ്രോഡ് ഫേമുകൾ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? കേരളത്തിൻ്റെ ട്രെൻഡാണ്. നമ്മൾ നോക്കിയാൽ മതി, കേരളത്തിൽ എന്ത് കാര്യമായാലും ഒരു കാര്യം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിന് പുറകെ ആൾക്കാർ ഒരുപാടുണ്ടാകും. ഒരു കാലത്ത് റബ്ബർ കൃഷിക്ക് നല്ല സാധ്യത ഉണ്ടായിരുന്നപ്പം കേരളത്തിൽ റബ്ബർ കൃഷി സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ റബ്ബർ കൃഷി ചെയ്തു. ഒരു കാലത്ത് വാനില കൃഷിക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വാനില കൃഷി മുഴുവൻ ചെയ്തു. പിന്നീട് അതെല്ലാവരും അത് ഒഴിവാക്കിപ്പോയി. ഒരിക്കൽ കൊക്കോ കൃഷി ഇതേപോലെ ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ രംഗത്ത് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് 23 വർഷം ഇത് നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും കാണുന്ന ഒരു ബൂം വരും, അപ്പോഴത്തേക്ക് ഒരുപാട് പുതിയ ആൾക്കാർ വരും. ഇതിപ്പോൾ 1, 2, 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഇത് മാർക്കറ്റ് അത്ര പഴയതുപോലെ ഇല്ല എന്നൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പം കുറേ ആൾക്കാർ തന്നെ ഇതിന് പുറകോട്ട് പൊക്കോളൂ. ഓൾറെഡി ഏത് സ്റ്റഡി അബ്രോഡ് ഫേം ചൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ ഒരു കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ രാജ്യത്ത് അവർ ഇതിനു മുന്നേ ആൾക്കാരെ വിട്ടിട്ടുണ്ടോ, ഇനി അഥവാ അവർ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ, ആ രാജ്യത്ത് എത്രയൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്, ആ രാജ്യത്ത് അവരുമായിട്ട് ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ആദ്യം പരിഗണിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി പോകാൻ നമുക്ക് സാധിക്കണം, ആഗ്രഹിക്കുന്ന കോഴ്സ് എടുക്കാൻ പറ്റണം, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്താൻ പറ്റണം. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം വിദേശത്തേക്ക് പോകാൻ നമ്മളിത് ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത് കൺസൾട്ടൻ്റ് ആണ്. ശരിക്കും ഞങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ്. കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ച് കൺസൾട്ടൻ്റ് എന്തെങ്കിലും ഇപ്പോൾ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞു, ഡോക്ടർമാർ ഒരുപാട് മരുന്നുകൾ എഴുതി കൊടുക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ലൈഫ് ത്രെട്ടൺ ആകും. കാരണം അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടെ കൂടി. ഇതുപോലെ തന്നെ ഒരാളുടെ എൻ്റയർ ലൈഫാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. കാരണം അവരുടെ ഫാമിലിയും ഇതൊക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഗൈഡൻസ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തകരാറുകളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ അവരെ മൊത്തം, അവരുടെ ഭാവിയെ ബാധിക്കും, അവരുടെ ഫാമിലിയെ മൊത്തം ബാധിക്കും എന്ന് വലിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ള റിസർച്ചും സ്റ്റഡിയും അതിൻ്റെ R&D ഒക്കെ ഉള്ളവരിൽ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്.